എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ ഹിന്ദിയാണ് കേട്ടോ. അപ്പോൾ ഹിന്ദിയിൽ ഒരു പോയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പോയ നിങ്ങൾ അതിൻ്റെ മീനിങ് മനസ്സിലാക്കിയിട്ട് തന്നെ പഠിക്കുക കേട്ടോ. അപ്പോൾ എക്സാമിന് ഇതിൽ നിന്ന് ചോദിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഒരു പേട് എന്ന ഈ ഒരു കവിതയാണ്. അപ്പോൾ ആദ്യം ഇത് എഴുതിയ ആളെ പേര് നമുക്ക് നോക്കാം. സുശീൽ ശുക്ലാണ് കേട്ടോ ഈ ഒരു കവിത എഴുതിയ രചയിതാവിൻ്റെ പേര്. അപ്പോൾ ഇതിൽ ഓരോ വരികളും തന്നിട്ടുണ്ട്. ഓരോ വരികളും അതിൻ്റെ അർത്ഥം പഠിച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് ഈ വരികൾ തന്നിട്ട് ഇത് എഴുതിയ ആളുകളുടെ എന്താ പറയുക, രചയിതാക്കളെ പേര് നിങ്ങൾക്ക് കുറേ ആളുകളെ പേര് തന്നിട്ടുണ്ടാകും. അതിൽ ഈ ഒരു പേട് എന്ന ഈ ഒരു കവിത എഴുതിയ ആളാരാണ്? സുശീൽ ശുക്ൽ എന്നാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വരികളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങളൊന്ന് കറക്റ്റായിട്ട് പഠിച്ചെടുക്കുക കേട്ടോ. ഇപ്പം ഞാൻ ആദ്യം ഈ ഒരു പേജ് ഒന്ന് വായിക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ ഹിന്ദി അക്ഷരം പഠിച്ച് തുടങ്ങുന്ന ആളുകളാണെങ്കിൽ ഇത് ഞാൻ വായിക്കുന്ന ഓരോ വേർഡുകളും ഞാൻ സ്ലോ ആയിട്ടാണ് വായിക്കുന്നത്. അപ്പോൾ ഇതിലെ ഓരോ വേർഡുകളും നിങ്ങൾ ഇതിൻ്റെ ചിഹ്നങ്ങൾ മനസ്സിലാക്കിയിട്ട് തന്നെ പഠിക്കുക കേട്ടോ. അപ്പോൾ ഇനി ആർക്കെങ്കിലും ഇതിൽ ഹിന്ദിൻ്റെ അക്ഷരം മുതൽ ക്ലാസ്സുകൾ ആവശ്യമുള്ളവർക്ക് ഇതിൻ്റെ താഴെ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓൺലൈനിലായിട്ട് നിങ്ങൾക്ക് ക്ലാസ് അവൈലബിൾ ആണ്. വരികൾ ഞാനൊന്ന് വായിക്കാം. पेड़ तुम पेड़ नहीं तुम दर्जा, तुमने कितने सिले घोंसले, कितनी सिली हवाएं, धूप सिली तो बिखर गई, कतरन कतरन छायाएं, पेड़ तुम पेड़ नहीं तुम दर्जा. പറയാം. പേട് എന്നാൽ എന്താണ്? മരമാണ്. പേട് തും പേട് നഹീം എന്താ പറയുന്നത്? മരമേ നീ ഒരു മരമല്ല, മറിച്ച് എന്താണ്? ദർജ പറഞ്ഞാൽ തയ്യൽക്കാരന്. അപ്പോൾ നീ ഒരു മരമല്ല, നീ ഒരു തയ്യൽക്കാരനാണ് എന്നാണ് പറയുന്നത്. ഗോംസിലെ പറഞ്ഞാൽ എന്താണ്? കൂടാണ് അല്ലേ. അപ്പം എന്താണ് പറയുന്നത്? തുമ്നെ കിത്തനെ സിലേ ഗോംസിലെ. സിലെ പറഞ്ഞാൽ തുന്നുക. നീ ഒരു കൂട് തുന്നിച്ചേർത്തു. കിത്തനി സിലീം ഹവായെ. ഹവായി പറഞ്ഞാൽ എന്താണ്? കാറ്റാണ്. അപ്പം എത്രയോ കാറ്റുകളെ നീ തുന്നിച്ചേർത്തു. ധൂപ് സിലി തോ ബിഗർ ഗെയ്. ധൂപ്പ് പറഞ്ഞാൽ എന്താണ്? വെയിലാണ്. അപ്പം ബിഗർ പറഞ്ഞാൽ ചിതറിപ്പോയി. അപ്പം എന്താ പറയുന്നത്? ധൂപ് സിലി തോ ബിഗർ ഗെയ്. വെയിലിനെ നീ തുന്നിച്ചേർത്തപ്പോൾ അത് ചിതറിപ്പോയി. കത്തരൻ കത്തരൻ ചായയും. കത്തരൻ കത്തരൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കഷ്ണങ്ങളായി, കഷ്ണങ്ങളായി. ചായയെന്ന് പറഞ്ഞാൽ ചായ എന്ന് പറഞ്ഞാൽ എന്താണ്? നിഴലാണ്. അപ്പോൾ നിഴൽ കഷ്ണമായി. പേട് തും പേട് നഹീം തും ദർജി. എന്താ പറയുന്നത്? മരമേ നീ ഒരു മരമല്ല, മറിച്ച് എന്താണ്? നീ ഒരു തയ്യൽക്കാരനാണ് എന്ന് ഇവിടെ പറയാണ്. ഈ താഴെ ബോക്സിൽ തന്നിട്ട് അതൊന്ന് വായിക്കാം. ധൂപ് സിലി തോ ബിഗർ ഗയി, കത്തരൻ കത്തരൻ ചായയേം, ഇസസേ ക്യാ ദൃശ്യ ഉബർ ആത്താ ഹെ. എന്താ? ധൂപ് സിലി വെയിൽ തുന്നിയപ്പോൾ. കവി മരത്തെ ഒരു തയ്യൽക്കാരനായിട്ടാണ് ഇവിടെ ഉപമിച്ചിട്ടുള്ളത് അല്ലേ. ഇടതൂർന്ന ഇലകൾക്കിടയിലൂടെ വെയിൽ അരിച്ചിറങ്ങുമ്പോൾ ഇലകൾ ഒരു കത്രിക പോലെ പ്രവർത്തിക്കുകയാണ്. മുഴുവനായുള്ള വെയിലിനെ അവ മുറിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റുന്നു. ഇതാണ് ഈ വെയിൽ തുന്നൽ എന്നിവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ അടുത്തത് ബിഗർ ഗയി കത്തരൻ കത്തരൻ ചായയെ. ചായ എന്ന് പറഞ്ഞാൽ എന്താണ്? നിഴലുകളാണ്. നിഴലുകളെ കഷ്ണങ്ങളായിട്ട് ചിതറാണ്. കത്തരൻ എന്നാൽ എന്താണ്? തയ്യൽ കഴിഞ്ഞ് ബാക്കി വരുന്ന ചെറിയ കഷ്ണങ്ങളില്ലേ, ഇവിടെ മരച്ചുവട്ടിൻ്റെ നിലത്ത് വീഴുന്ന നിഴലുകളെ എന്താണ്? മുഴുവനായിട്ടല്ല നമ്മൾ കാണുന്നത്. പകരം എന്താണ്? ഇലകളുടെ ഇടയിലൂടെ വരുന്ന ആ വെയിൽ നിലത്ത് ചെറിയ വട്ടത്തിലുള്ള ഇളകുന്ന വെളിച്ചത്തിൻ്റെ ആ പൊട്ടുകൾ ഉണ്ടാക്കണം അല്ലേ. കാറ്റത്ത് ഇലകൾ അനങ്ങുമ്പോൾ ഈ വെളിച്ച പൊട്ടുകൾ എന്താണ്? നിലത്ത് ആകെ വിതറാണ്. ഇവിടെ ഈ കവി എന്താണ്? ഈ മരത്തിനെ ഒരു തുന്നൽക്കാരനായി ഉപമിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നോക്കാം. ഒരു വേനൽക്കാല ഉച്ചയ്ക്ക് വലിയ ഒരു ആൽമരത്തിൻ്റെയോ മാവിൻ്റെയോ നമ്മൾ ചുവട്ടിൽ നിൽക്കുകയാണെങ്കിൽ മുകളിൽ നിന്ന് ഇലകൾക്കിടയിലൂടെ വരുന്ന ആ ഒരു വെയിലില്ല, അത് അരിച്ചരിച്ച് വരുന്നു. നിലത്ത് നോക്കിയാൽ ഒരു വലിയ നിഴലിന് പകരം എന്താണ്? ആയിരക്കണക്കിന് ചെറിയ വെയിൽപ്പൊട്ടുകൾ തുന്നിച്ചേർത്തിട്ട് ഒരു ഡിസൈന് ഉണ്ടാവുന്നു എന്നാണ് ഇവിടെ കവി പറയുന്നത്. ഇനി അടുത്ത പേജ് നോക്കൂ. വരിയും അതിൻ്റെ മീനിങ്ങും ആണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഞാൻ വായിക്കുമ്പോൾ തന്നെ ശ്രദ്ധിച്ച് ടെസ്റ്റിൽ നോക്കുക. മിട്ടി സിൽക്കർ രംഗ് ബനായേ.
ഇത് മിട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്, മണ്ണ് എന്നാണ് കേട്ടോ. അപ്പം രംഗ് പറഞ്ഞാൽ നിറങ്ങൾ, മണ്ണ് ഉപയോഗിച്ച് മരങ്ങൾ നിറങ്ങൾ ഉണ്ടാക്കുന്നു. അതായത് മണ്ണിൽ നിന്ന് പോഷകങ്ങൾ വലിച്ചെടുത്തിട്ടാണ് ഇലകൾക്ക് പച്ച നിറവും പൂക്കൾക്ക് പല നിറങ്ങളും കായ്കൾക്ക് നിറമൊക്കെ കൊടുക്കുന്നത്. അപ്പം മരം ഒരു ചിത്രകാരനെ പോലെയാണ് എന്നാണ് ഇവിടെ കവി പറയുന്നത്. വരി നോക്കൂ, പാനി സിൽ ആകാശ്, അതായത് വെള്ളത്തെ തുന്നി ആകാശം ഉണ്ടാക്കുന്നു എന്നാണ്. അപ്പോൾ എന്താണ്, മരം വെള്ളം വലിച്ചെടുത്ത് ബാഷ്പീകരണം വഴി മേഘങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കുന്നു. മരങ്ങളില്ലെങ്കിൽ മഴ കുറയും, അപ്പോൾ മരം ആകാശത്തെ തുന്നുന്നു എന്നാണ് കവി പറയുന്നത്. അടുത്ത വരി, മിട്ടി രംഗ് ഹവാ പാനിക്കോ, അതായത് മിട്ടി രംഗ് ഹവാ പാനിക്കോ ചോടാ ദിയ ധരാഷ്, അതായത് എന്താണ്, മണ്ണ്, നിറം, കാറ്റ്, വെള്ളം ഇതെല്ലാം കൂട്ടിച്ചേർത്ത് മനോഹരമായി ചെത്തിമിനുക്കി. അതായത് ഈ 4 സാധനവും ചേർത്താണ് മരം പൂക്കളും കായ്കളും ഇലകളൊക്കെ ഉണ്ടാക്കുന്നത് എന്നാണ് പറയുന്നത്. അടുത്ത വരി നോക്കൂ, പേട് തും പേട് നെഹീം തും ദർജ, എന്താണ്, മരമേ നീ വെറും മരമല്ല, നീ ഒരു തയ്യൽക്കാരനാണ്. അപ്പോൾ കവിതയുടെ പ്രധാന ആശയം ഇവിടെ മരം എന്താണ്, വെറുതെ നിൽക്കുന്നില്ല, പലതും തുന്നി ഉണ്ടാക്കുന്ന ഒരു മരമായിട്ടാണ് ഇവിടെ കവി പറയുന്നത്. ഇനി അടുത്ത വരി നോക്കൂ, അടുത്ത വരി നോക്കാം, തുമ്നെ കിത്തനെ സിലേ കിനാരെ, തുമ്നെ കിത്തനെ സിലേ കിനാരെ പറഞ്ഞാൽ എന്താണ്, നീ എത്രയോ കരകൾ തുന്നി. അതായത് നദികളുടെയും തോടുകളുടെയും കരയിൽ മരങ്ങൾ വളർന്ന് മണ്ണൊലിപ്പ് തടയുന്നു, കരയെ തുന്നി ഉറപ്പിക്കുന്നു എന്നാണ് ഉദ്ദേശിപ്പിക്കുന്നത്. അതായത് മരങ്ങളുണ്ടെങ്കിൽ മണ്ണൊലിപ്പ് തടയാമെന്ന് നമുക്കൊക്കെ അറിയാമല്ലേ. വരി, കിത്തനി സിലീം ജമീനെ, എന്താണ് ഇവിടെ ജമീൻ എന്ന് പറഞ്ഞാൽ ഭൂമി, നിലം എന്നൊക്കെയാണ് പറയുക കേട്ടോ. എത്രയോ ഭൂമികളെ തുന്നി, അതായത് തരിശുഭൂമിയെ വേരുകൾ കൊണ്ട് ഇറുക്കി പിടിച്ച് നല്ല മണ്ണാക്കി മാറ്റുന്നു, മരുഭൂമിയെപ്പോലും പച്ചപ്പാക്കുന്നു എന്നാണ് പറയുന്നത്. ഇനി അടുത്ത വരി നോക്കൂ, രംഗ് മഹക്കി ഹുയി സിലായി, അങ്ങനെ പറഞ്ഞാൽ എന്താണ്, രംഗ് മഹക്കി ഹുയി സിലായി പറഞ്ഞാൽ നിറവും മണവും ചേർത്തുള്ള എന്താണ് ഒരു തുന്നൽ നടന്നു എന്നാണ് പറയുന്നത്. അടുത്ത് നോക്കൂ, ഫൂൽ സിലെ പശ്മിനെ, ഫൂൽ പറഞ്ഞാൽ എന്താ, പൂക്കളാണ്. പൂക്കളെ കൊണ്ട് പശ്മിന പോലുള്ള വസ്ത്രം തുന്നി. അതായത് പശ്മിന വളരെ മൃദുവായ ഒരു കമ്പിളി വസ്ത്രത്തെയാണ് കേട്ടോ അങ്ങനെ പറയുന്നത്. പൂക്കൾ അത്രയും മൃദുവും മനോഹരവുമാണെന്ന് മരം പൂക്കളെ കൊണ്ട് ഒരു ഷാൾ തുന്നി എന്ന് സങ്കല്പം. അടുത്ത് നോക്കൂ, ആം മേം ആം കെ സ്വാദ് സിലേഹെ, ആം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? നമ്മൾ ഹിന്ദി ലെറ്ററിൽ ആദ്യം പഠിക്കേണ്ടത് ഏതാണ്, ആ എന്ന ലെറ്ററാണ് അല്ലേ. അപ്പം ആം എന്ന് പറഞ്ഞാൽ എന്താണ്, ആം പറഞ്ഞാൽ മാംഗോ ആണ് കേട്ടോ, മാങ്ങ. അപ്പം എന്താ പറയുന്നത്, മാങ്ങയിൽ മാങ്ങയുടെ രുചി തുന്നിച്ചേർത്തിരിക്കുന്നു. തോട്ടത്തിലെ മാവിലെ മാങ്ങക്കൊക്കെ അതിൻ്റെ തനതായ മധുരമുള്ള രുചി മരം കൊടുക്കുന്നുണ്ട്. വായിക്കാം, ജാമുൻ മേൻ ജാമുൻ കെ, ഇത് നോക്കൂ, ജാമുൻ മേൻ ജാമുൻ കെ പറഞ്ഞാൽ എന്താണ്, ജാമുൻ പറഞ്ഞാൽ ഞാവലാണ്, ഞാവലിൻ്റെ രുചി തുന്നി. അതായത് ഞാവൽ പഴത്തിന് അതിൻ്റെ പ്രത്യേക ചവർപ്പ് കലർന്ന ഒരു രുചി എന്താണ് ആ മരം കൊടുത്തിട്ടുണ്ടല്ലേ. നോക്കൂ, ബാഗുമേം ബാഗിക്കെ സ്വാദ് സിലേഹെ, അപ്പം എന്താ, തോട്ടത്തിൻ്റെ രുചി തുന്നി. അതായത് ബാഗുമേം ബാഗിക്കെ സ്വാദ് സിലേ എന്ന് പറഞ്ഞാൽ തോട്ടത്തിൽ എന്താണ്, തോട്ടത്തിൻ്റെ രുചി തുന്നി. നമ്മൾ പരിപാലിച്ച് വളർത്തുന്ന നമ്മളെ തോട്ടത്തിലെ പഴങ്ങൾക്ക് എന്താണ്, ഒരു വീട്ടുരുചി ഉണ്ട് അല്ലേ. അപ്പോൾ നല്ല വലുപ്പം ഉണ്ടാവും, മധുരം ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള രുചിയൊക്കെ അതിനും കൊടുത്തിട്ടുണ്ട്. നോക്കൂ, വൻ കെ പേഡ്മേം വൻ കെ, അപ്പം എന്താ പറയുന്നത്, കാട്ടിലെ മരത്തിന് എന്താണ് കാടിൻ്റെ രുചി കൊടുത്തു. ഫസ്റ്റ് വരി നോക്കൂ, പേട് തും പേട് നെഹീം തും ദർജ, പിന്നെയും കവി എന്താ പറയുന്നത്, മരമേ നീ ഒരു മരമല്ല, മറിച്ച് നീ എന്താണ് ഒരു തുന്നൽക്കാരനാണല്ലേ. ഈ കവിതയിൽ തന്നെ കുറച്ച് ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. അതിന് നേരെ പേജ് നമ്പർ 9 അതിൻ്റെ നേരെയുള്ളതൊക്കെ നമുക്കൊന്ന് ആൻസറൊക്കെ ഒന്ന് പഠിക്കാം. മിഡ്ഡി രംഗ് ഹവാ പാനി കോ ചോടാ ദിയ തരാഷ് ഇസ്ക താത്പര്യ ക്യാ ഹെ, എൻ്റെ അർത്ഥം എന്താണ്, മരം പ്രകൃതിയിലെ എല്ലാ ഘടകങ്ങളെയും കൂട്ടിയോജിപ്പിച്ച് മനോഹരമായ ഒരു സൃഷ്ടി ഉണ്ടാക്കുന്നു എന്നാണ്. അതായത് മിട്ടി പറഞ്ഞാൽ മണ്ണ്, അപ്പോൾ മണ്ണിൽ നിന്ന് വേരുകൾ വെള്ളവും പോഷകവും എടുക്കുന്നു. രംഗ് പറഞ്ഞാൽ നിറങ്ങളാണ്, ഇലകൾ പൂക്കൾ കായ്കൾ എന്നിവക്ക് എന്താണ് നിറം കൊടുക്കുന്നു. ക്വസ്റ്റ്യൻ എന്താണ്, രംഗ് മഹക് കി ഹുയി സിലായി ഇസ്ക മത്ലബ് ക്യാ ഹെ, എന്താണ് ഇതിനർത്ഥം, മരം പൂക്കളിൽ നിന്ന്
നിറവും സുഗന്ധവും ഒരുമിച്ച് തുന്നി ചേർക്കുന്നു എന്നാണ്. പൂക്കൾ നോക്കൂ, ചുവപ്പ്, മഞ്ഞ, വെള്ള, പല നിറങ്ങളുണ്ട് അല്ലേ. അപ്പോൾ എന്താണ് ആ പൂവിനെ അതിനോട് കൂടെ തന്നെ അതിന് നല്ല മണവുമുണ്ട് എന്നാണ് കവി ഈ മരത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അടുത്ത് നോക്കൂ, വൻ കെ പേട് മേം വൻ കെ സ്വാദ് സിലേ ഹേ കാ മത്ലബ് ക്യാ ഹെ. പറയുന്നത് കാട്ടിലെ മരത്തിലെ കാടിൻ്റെ രുചികൾ തുന്നി ചേർത്തിരിക്കുന്നു എന്ന വരിയുടെ അർത്ഥം എന്താണ് എന്നാണ്. ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇവിടെ നമ്മൾ തോട്ടത്തിലെ മാവ്, അതായത് നമ്മൾ വളമ അതുപോലെ വെള്ളമൊക്കെ നനച്ചുണ്ടാക്കുന്ന ആ ഒരു മരത്തിലുണ്ടാകുന്ന ആ പഴത്തിന് എന്താണ് അതിൻ്റേതായിട്ടുള്ള മധുരവും സ്വാദും ഉണ്ടാവും. അതായത് അത് താനേ ഉണ്ടാകുന്ന ഒരു മരമാണെങ്കിൽ എന്താണ് ആ മരത്തിന് ചവർപ്പും അതുപോലെ തന്നെ അതിൻ്റെ ഒരു പുളിരസവും ഉണ്ടാവും. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആൻസർ നമുക്ക് എങ്ങനെ എഴുതുക? ഇവിടെ പറയാം, ബാഗ് കെ സ്വാദ് സിലേ ഹെ. നമ്മൾ തോട്ടത്തിൽ വളം ഇട്ട് വെള്ളം ഒഴിച്ച് വളർത്തുന്ന ആ മാവിലെ മാങ്ങക്ക് എന്താണ് നല്ല മധുരവും വലുപ്പവും ഉണ്ടാകും. അതിന് തോട്ടത്തിലെ രുചിയാണ്. ഇനി വൻ കെ പേട് മേം വൻ കെ സ്വാദ് സിലേ ഹെ. പക്ഷേ കാട്ടിൽ ആരും നോക്കാതെ വളമിടാതെ തനിയെ വളരുന്ന മരത്തിലെ പഴങ്ങൾക്ക് എന്താണ് വേറൊരു രുചിയാണ് എന്നാണ് ഇവിടെ കവി ഉദ്ദേശിക്കുന്നത്. ഇനി ലാസ്റ്റ് ഒരു വരി കൊടുത്തിട്ടുണ്ട്, ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, എന്താ നോക്കാം. ആപ്പ് അപ്പനി ജിന്ദഗി കോ കൈസെ സിൽന ചാഹത്തെ ഹെ. ഇവിടെ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ നല്ല കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് ജീവിതത്തെ മനോഹരമാക്കുന്നാണ് ചോദിക്കുന്നത്. ഇത്രയാണ് കേട്ടോ ഈ ചാപ്റ്ററിൽ പറയുന്നത്. ഇത് നിങ്ങളെല്ലാവരും ഒന്ന് മനസ്സിലാക്കിയിട്ട് പഠിക്കുക. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഓൾ എന്ന ഓപ്ഷനും ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.